ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ഒത്തിരി നാളായി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടും പിന്നെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടും. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കസിൻസ് വരുന്നുണ്ട്, ഗസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ഒരു കസിൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിയെ ഒന്ന് വിളിക്കണം. അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ നമ്മളിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ കുക്കിങ്ങും ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. പിന്നെ ചാനൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ചാനൽ ഫോളോ ചെയ്യണം. പിന്നെ നമ്മുടെ വീട്ടിലിങ്ങനെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ ഒക്കെ വരും, ഗസ്റ്റ് വന്നാലോ പ്രെയർ വെച്ചാലോ ഒക്കെ നമ്മളും വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് ക്ലീൻ ചെയ്യും. ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്കൊക്കെ പോകണമെങ്കിൽ അല്ലെ പ്രെയർ വെക്കണം, ഇങ്ങനെയൊക്കെ വരണം. അല്ലെ നമ്മൾ നാളെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിവേ നമ്മൾ കുറേ സാധനങ്ങൾ കുക്കിംഗ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ വീടൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് 1-2 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഓഫിൻ്റെ അനുസരിച്ചല്ലാതെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ അതനുസരിച്ച് 1-2 ഐറ്റം വെച്ചൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ തുടങ്ങാം. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഇവിടെ തുടരുകയാണ്. ഇന്ന് വൈകിട്ടാണ് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്നത്. അപ്പം തന്നെ ഞാൻ വാഴയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി നമ്മുടെ പ്ലാന്റീൻ അത് നന്നായിട്ട് കട്ട് ചെയ്ത് റെഡിയായി. ചൂടുവെള്ളമല്ല, ഈ കഞ്ഞിവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്ത് അതിൻ്റെ ഈ കറയൊക്കെ പോവേ. അതെനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ ഞാൻ അത് കഞ്ഞിവെള്ളത്തിലോട്ട് തന്നെ ആദ്യം തന്നെ അരിഞ്ഞിട്ട് കഴുകിയെടുത്തു. പിന്നെ 2 പ്രാവശ്യം അല്ലാത്ത വെള്ളത്തിലൂടെ കഴുകി എടുക്കുകയാണ്. അപ്പം നല്ല കുട്ടപ്പനാവും. അതിനകത്തുള്ളത് വേണ്ട നമ്മുടെ ഒനിയനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഇപ്പോൾ മാംഗോ ലസ്സി ഇവിടെ റെഡിയായി. ഇനി അടുത്തത് മെഴുക്കുവരട്ടിയാണ്. പിന്നെ ക്യാബേജ് തോരൻ വെക്കാൻ ക്യാബേജ് ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇടാനുള്ള ബീട്രൂട്ടും റെഡിയാക്കി. പിന്നെ ബീൻസ് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തോരനുള്ള ബീൻസും ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തോരനൊക്കെ ആവശ്യമായിട്ടുള്ള ഒനിയനും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മുടെ മെയിൻ ജോലികളെല്ലാം തന്നെ കഴിഞ്ഞു. നമ്മുടെ മീൻകറി റെഡി, പിന്നെ നമ്മുടെ ബീഫ് റെഡി, നമ്മുടെ പച്ചടി റെഡി. ഇനി എനിക്ക് അടുത്തായിട്ട് നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് റെഡിയാക്കാൻ പോവാണ്. നമ്മളെ പാംഫ്ലെറ്റിൻ്റെ ഫിഷാണ്, നമ്മുടെ ആഹോലിയില്ലേ, അതാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനി റെഡിയാക്കണം. മെഴുക്കുവരട്ടി കഴിഞ്ഞിട്ട് ഇനി അത് റെഡിയാക്കാം. അപ്പോൾ ഇവിടെ കടുക് പൊട്ടി കരിയാപ്പിലയൊക്കെ മൂത്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പ്ലാന്റീൻ, നമ്മുടെ ഏത്തക്കായും നമ്മുടെ ഒനിയനും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും മുളക് പൊടിയും കൂടി ഇടും. മുളക് പൊടി ഓർ ചില്ലി ഫ്ലേക്സ് എന്തെങ്കിലും ഇട്ട് ഒന്ന് പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത്, മെഴുക്കുവരട്ടി ആകുമ്പോൾ അറിയാലോ ഒത്തിരി ഇട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട, ഒന്ന് കുക്ക് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാം. മെഴുക്കുവരട്ടി ടപ്പേന്നുണ്ടാക്കാം. ഇവിടെ നമ്മുടെ ഏത്തക്കായും ഒനിയനും കൂടെ നന്നായി മിക്സ് ചെയ്തു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മിക്കവാറും ഞാൻ ചില്ലി ഫ്ലേക്സ് ആയിരിക്കും ചേർക്കുന്നത്. അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് കുക്കിംഗ് ഒന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ക്യാബേജ് തോരൻ റെഡി, നമ്മുടെ ബീൻസ് തോരൻ റെഡി. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന മാംഗോ ലസ്സിയാണ്. അതിനായിട്ട് ഞാനിവിടെ 4 വലിയ മാംഗോ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഗസ്റ്റിന് കൊടുക്കാൻ തന്നെയല്ല, നമുക്കൂടെ വേണ്ടിയാണ്. മാംഗോ ലസ്സി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ മാംഗോ ലസ്സി ഞാൻ 4 മാംഗോ കൊണ്ട് ഉണ്ടാക്കുവാണ്. അപ്പം അതുകൊണ്ട് മാംഗോ നന്നായിട്ടൊന്ന് അടിച്ച് നല്ലൊരു പ്യൂരി ആക്കിയിട്ട് നമുക്കതിലോട്ട് കുറച്ച് ഷുഗർ ഓർ ഹണി നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ 1-2 മാംഗോയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് 1-2 ഏലക്ക പൊടിച്ചത്, പിന്നെ തൈരാണ്. നമ്മൾ അധികം പുളിപ്പില്ലാത്ത തൈര്. മാംഗോ എടുക്കുകയാണെങ്കിൽ നമ്മൾ അധികം പുളിപ്പില്ലാത്ത നല്ല പഴുത്ത മാംഗോ എടുക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പം തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് കൂടി ആഡ് ചെയ്യണം. നമുക്ക് പിന്നെ മതിയെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്താൽ മതി. നമുക്കിപ്പോൾ ഈവനിങ്ങിലേക്ക് മതി. അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് നേരം ഞാൻ ഫ്രീസറിലേക്ക് വെക്കും. എന്നാൽ നന്നായിട്ട് തണുപ്പിച്ച ശേഷം എടുത്ത് ഫ്രിഡ്ജ് വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മാംഗോ ലസ്സി ഒന്ന് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഞാൻ മാംഗോ ലസ്സിലേക്ക് ആഡ് ചെയ്യുന്ന ഈ തൈരാണ്, നമ്മൾ വാങ്ങിച്ച തൈരാണ്. അപ്പോൾ ഇതിനധികം പുളിപ്പൊന്നുമില്ല. നമുക്കിത് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചതൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മാംഗോ, പിന്നെ യോഗേട്ട്, 2 ഏലക്ക പൊടിച്ചത്, ഷുഗർ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ആദ്യത്തെ ട്രിപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 ട്രിപ്പായിട്ട് ഉണ്ടാക്കുന്നത്, കാരണം നമുക്ക് 4 മാംഗോ ഉള്ളതുകൊണ്ട്
ഞാനിവിടെ ആദ്യത്തേത് റെഡിയാക്കി എടുത്തു. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് റെഡിയാക്കാം. അങ്ങനെ അടിപൊളി മാംഗോ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാം. ഞാനപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പോൾ അടിപൊളിയാണിത്. ചൂട് സമയത്ത് കുടിക്കാനായിട്ട് അടിപൊളിയാണ്. ആണോ? അങ്ങനെ ഗൈസ് അവർ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയി. അപ്പം നമ്മൾ ആദ്യം കട്ട്ലേറ്റും പിന്നെ ഞാൻ ഹലുവയൊക്കെ കൊടുത്തരണം അപ്പിറ്റൈസറായിട്ടെ. ഇവിടെ കണ്ടോ, കട്ട്ലേറ്റിൻ്റെ ബാക്കി എഴുതി ഇരിപ്പുണ്ട്, ഹലുവ. പിന്നെ ഞാൻ നമ്മുടെ ഒനിയൻ കട്ട് ചെയ്തെല്ലാം കൂടെ കൊടുത്തായിരുന്നു. അപ്പോൾ അവരതെല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ചോറ്, ക്യാബേജ് തോരൻ, ബീൻസ് തോരൻ, ഏത്തക്ക മെഴുക്ക് വരട്ടി, ബീഫ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. അവർ പോയി കഴിഞ്ഞ് ടേബിളൊക്കെ ക്ലിയർ ചെയ്യുവാണ്. ബീഫ് ഉലത്തിയത് ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചാണ്. പിന്നെ നമ്മുടെ ഫിഷ് കറി, പിന്നെ ബീട്രൂട്ട് പച്ചടിയെ ഞാൻ കുക്കറിൽ തന്നെ അങ്ങ് വെക്കുമായിരുന്നേ. ബീട്രൂട്ട് പച്ചടി. പിന്നെ ലാസ്റ്റ് മാംഗോ ലസ്സിയും കൊടുത്തു. അങ്ങനെ അവർ കഴിച്ച് എല്ലാം ആയി. ഒരു രാത്രിയായി 10-10 പോയപ്പോഴത്തേന് പിന്നെ കുറേ നേരമൊക്കെ വാചകമൊക്കെ കഴിച്ചിട്ട് പോയി. ഇനി നമുക്കൊരു ബിഗ് ജോലിയുണ്ട്. വേണ്ടേ, മൊത്തം ഇനി ക്ലീനിങ് ആണ്. അപ്പോൾ കുറേ നമ്മൾ ക്ലീൻ ചെയ്യാനുണ്ട്. കുറേ ഡിഷ് വാഷറിലോട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് കഴുകിക്കൊണ്ടിരിക്കാൻ സമയമില്ല. നാളെ ജോലിയുണ്ട്. ഓൾറെഡി 10:45 ആയി. അപ്പോൾ പിന്നെ നമ്മൾക്ക് ചൂടുവെള്ളമാണ് കൊടുത്തത് നമ്മൾ. പിന്നെ ആദ്യം നമ്മൾ സ്പ്രൈറ്റും ജ്യൂസും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഇഷ്ടംപോലെ സംഭവം വാങ്ങിച്ചായിരുന്നു. നമ്മൾ സ്പ്രൈറ്റ്, ജ്യൂസ്, പല ടൈപ്പിലുള്ള ജ്യൂസുകളും, പിന്നെ വൈൻ ഉണ്ടായിരുന്നു. അപ്പം വൈൻ വേണ്ടവർക്ക് വൈൻ കൊടുത്തു. നമ്മുടെ റോസ് കാറ്റയുടെ നല്ല വൈനാണ്. അപ്പോൾ വൈന് എല്ലാം കൊടുത്തു. പിന്നെ ബ്രാൻഡിയൊക്കെ കുടിക്കേണ്ടവർക്ക് 1-2 പേർക്ക് അതും കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ഇനി നമുക്ക് എല്ലാം ഞാനൊന്ന് ചുമ്മാ ഒന്ന് വാഷ് ചെയ്തിട്ട് എല്ലാം നമ്മുടെ ഡിഷ് വാഷറിലോട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഡിഷ് വാഷറിലെല്ലാം ഡ്രൈ ആയിട്ടിരിക്കും. അതിപ്പോൾ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കയറ്റും. അതോടെ നമ്മുടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. ഇതൊക്കെ ചോറെടുത്ത് വെച്ച പാത്രങ്ങളാണ്. അങ്ങനെ ഡൈനിങ് ടേബിൾ വേണ്ട ഞാനിവിടെ ക്ലിയർ ചെയ്തു. ഡൈനിങ് ടേബിളിലെ മൊത്തം നമ്മൾ നമ്മുടെ സിങ്കിലേക്ക് മാറ്റിയിട്ട് ടേബിൾ മൊത്തം തുടച്ചിട്ടു. അപ്പം ഒരു പീസ് ഹലുവ അവർക്ക് കൊടുത്തതിൽ ബാലൻസ് ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ അവിടുത്തെ കഴിച്ചേക്കാവുന്നു. ഞങ്ങൾ സാധാരണ വൈകിട്ട് ചോറ് കഴിക്കാറില്ല. ഒരു 10 വർഷത്തിന് മുകളിലായി ചോറ് കഴിക്കാറില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് നമ്മൾ ഇച്ചിരി കഴിച്ചു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തിട്ട് ഇച്ചിരി സ്വീറ്റ് കഴിക്കാം. ചേച്ചി അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഹലുവയാണ്. നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. നമ്മളൊന്നും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇങ്ങനെ ഒരു 15 സെക്കൻഡ് ചൂടാക്കി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് ഞങ്ങളുടെ ഇവിടെ നാട്ടിലെ ഞങ്ങളുടെ ബെസ്റ്റ് ബേക്കറിയിലെ ഹലുവയാണ്. നല്ല അടിപൊളിയാണ്. അവിടുത്തെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളിയാണ്. ഞങ്ങളുടെ മണക്കാട്ടുള്ള ബെസ്റ്റ് ബേക്കറി. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ പോകാമെന്ന് പറയുമ്പോൾ നല്ലതായിട്ട് പായ്ക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കി തരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.